ഹലോ എവ്രി വൺ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രോയിങ്സ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇലിസ്ട്രേഷൻ 7 നോക്കാം നമുക്ക്. On 1st January 2019, Anand, Balan and Chandran entered into a partnership contributing rupees 60,000, 40,000 and 20,000 respectively, and sharing the profits and losses in the ratio of 5:3:2. Balan is entitled to a salary of 5,000 and Chandran a commission of 4,000 per year. Interest on capital is allowed at 5% per annum. During the year, Anand withdrew rupees 10,000 and Balan rupees 6,000 and Chandran is 5,000. Interest on drawings was charged 250 on Anand's drawing, 150 on Balan's drawings, and 200 rupees on Chandran's drawings. Profit in 2019 before the above mentioned adjustment was rupees 50,000. So you are required to pass the necessary journal entries relating to appropriation of profit and prepare profit and loss appropriation account and partners capital account. സോ ഫസ്റ്റ് എന്താണ് പറയുന്നത്, 2019 ഈ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, ഇവിടെ എല്ലാം കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ്സിന് മുൻപുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 50,000 രൂപയാണ്. സോ നമുക്ക് ജേർണൽ എൻട്രീസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് നമ്മളുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് അതിന്റെ ബാലൻസ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആവുകയാണ് അല്ലെ. അത് ക്രെഡിറ്റ് നേച്ചറിലുള്ള ഐറ്റാണ്. ബാലൻസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ അത് എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. എവിടെ നിന്നാണ് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. സോ അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്ര രൂപയാണ്? 50,000 റുപ്പീസ്. ഇനി നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ബാലൻ ഇസ് എൻറ്റൈൽഡ് ടു എ സാലറി ഓഫ് റുപ്പീസ് 5,000 ആൻഡ് ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് റുപ്പീസ് 4,000 പെർ ഇയർ. ബാലന് എത്ര രൂപ കൊടുക്കണം? സാലറി ആയിട്ട് 5,000 രൂപയാണ് സാലറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ബാലന്റെ സാലറി അക്കൗണ്ട് എന്താവും? ഇൻക്രീസ് ആവും അല്ലെ. അതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നേച്ചർ ഉള്ളത് ഇൻക്രീസ് ആവുമ്പോൾ നമ്മൾ അത് ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബാലന്റെ സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് നേച്ചർ ആണ്. സോ 5,000 റുപ്പീസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബാലന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലെ. കാരണം ബാലന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് ബാലന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ജേർണൽ എൻട്രീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് അപ്ലിക്കബിൾ ആവുന്നത്, അതിനുശേഷം ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് അവിടെ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സ്പെൻസ് വരുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റിന്റെ വാല്യൂ എന്താവാണ്? എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് കുറയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു 5,000 റുപ്പീസ് ആൻഡ് ടു ബാലൻസ് സാലറി. ദെൻ അടുത്തത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? കമ്മീഷൻ ആണ് അല്ലെ. ചന്ദ്രൻ എത്ര കമ്മീഷൻ കൊടുക്കുന്നുണ്ട്? 4,000 പെർ ഇയർ കമ്മീഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ കമ്മീഷൻ എന്ന് പറയുന്നത് സാലറിയുടെ അതേ നേച്ചറിലാണ് വരുന്നത്. അതൊരു എക്സ്പെൻസ് നേച്ചർ ആണ് ഫോർ ദ ബിസിനസ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ചന്ദ്രന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ചന്ദ്രന്റെ ക്യാപിറ്റൽ ബാലൻസ് കൂടുകയാണ് അല്ലെ. ഓൾറെഡി ചന്ദ്രൻ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപയുടെ കൂടെ 4,000 രൂപ കൂടെ കമ്മീഷൻ ആയിട്ട് വരികയാണ്. സോ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? അതിന്റെ എമൗണ്ട് ഇൻക്രീസ് ആവും. സോ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നേച്ചർ ആണ്. ഇൻക്രീസ് ആവുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും.
ഓക്കെ, ഇനി ഇത് നമ്മൾ എവിടെ ട്രാൻസ്ഫർ ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ഒരു എക്സ്പെൻസ് ഐറ്റം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോഫിറ്റ് ഡിക്രീസ് ആവുന്നു. സോ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ചന്ദ്രന്റെ കമ്മീഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് പറയുന്നത് അല്ലെ. എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണ് പറയുന്നത്. സോ എന്തിന്റെ 5% ആണ്? ക്യാപിറ്റലിന്റെ 5% ആണ്. സോ ആനന്ദിന്റെ എടുക്കുന്ന സമയത്ത് 60,000 ഇൻറ്റു 5/100. അതുപോലെ ബാലന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40,000 ഇൻറ്റു 5/100. ആൻഡ് ചന്ദ്രന്റെ കേസിലാവുമ്പോൾ 20,000 ഇൻറ്റു 5/100. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എഴുതുന്നു, ഒറ്റ ജേർണൽ എൻട്രി ആയിട്ട് നമുക്ക് എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് നേച്ചർ ആണ് അല്ലെ, നമ്മൾ പാർട്ട്നേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്, പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സോ കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിന് എന്ന് പറയുന്നത് അതൊരു എക്സ്പെൻസ്, ഒരു ലൈബിലിറ്റി പോലെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളത് പേ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഇതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആർക്കൊക്കെയാണ് പേ ചെയ്തിട്ടുള്ളത്? ഈ 3 പേർക്കാണ്. ഇവരുടെ ക്യാപിറ്റൽ ബാലൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് ആവും. ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ആവുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. സോ 60,000 റുപ്പീസിന്റെ 5% 3,000. അതുപോലെ ബാലന്റെ 40,000 റുപ്പീസിന്റെ 5% എന്ന് പറയുന്നത് 2,000. ആൻഡ് 20,000 ചന്ദ്രൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ 20,000 റുപ്പീസിന്റെ 5% എന്ന് പറയുന്നത് 1,000. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ 6,000 റുപ്പീസ് ടോട്ടലായിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് എവിടെ ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്? ഇതൊരു എക്സ്പെൻസ് പോലെ ആയതുകൊണ്ട് നമ്മളുടെ പ്രോഫിറ്റ് കുറയുന്നു. സോ ഈ 6,000 റുപ്പീസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിംഗ് ദ ഇയർ ആനന്ദ് വിഡ്രോ, എത്രയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്? 10,000 റുപ്പീസ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് ആനന്ദ്. ബാലൻ 6,000 റുപ്പീസ്. ചന്ദ്രൻ എത്രയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്? 5,000. വിഡ്രോ ചെയ്ത എമൗണ്ട് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത് അല്ലെ. സോ ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിന്റെ പുറത്ത് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത്. സോ നമുക്ക് 250, അതുപോലെ 150 ആൻഡ് 200 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിലോട്ട് വരുന്ന ഒരു ഇൻകം പോലെയാണ്. സോ ഇൻകം ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലെ. ഇനി ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസിന് എന്താണ് സംഭവിക്കുന്നത്? അത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് നേച്ചർ ആയതുകൊണ്ട് അത് ഡിക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ ഇൻകം ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻകം ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്ത് വഴിയാണ് അത് ഇൻക്രീസ് ആയത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. സോ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇനി പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഈ 3 പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം എന്നുള്ളത് നോക്കണം. സോ ഫസ്റ്റിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 50,000 റുപ്പീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് എപ്പോഴുള്ള എമൗണ്ട് ആണ്? ബിഫോർ ദി എബോവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. ഈ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നതിന് മുന്നുള്ള പ്രോഫിറ്റ് ആണ് ഈ 50,000 എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റൽ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. സോ ഇത് നമുക്ക് നോക്കാം. ഈ ഒരു ജേർണൽ എൻട്രീസ് തന്നെ നോക്കാം. ആദ്യത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 റുപ്പീസ് ആണ് അല്ലെ. 50,000. ഇനി അതിലോട്ട് നമ്മൾ എത്ര സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്? 5,000 റുപ്പീസ് സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇനി എന്താണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? കമ്മീഷൻ എത്ര കൊടുത്തിട്ടുണ്ട്? 4,000 റുപ്പീസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. സോ 50,000 നിന്ന് ഈ 5,000 4,000 നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? കമ്മീഷൻ 4,000 കൊടുത്തതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കൊടുത്തിട്ടുണ്ട്? 6,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. സോ ഈ 5,000 4,000 പ്ലസ് 6,000 കൂടെ നമ്മൾ ഡിഡക്ട് ചെയ്യണം.
കാരണം ഇതൊക്കെ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇത് പേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര രൂപയാണ്? 600 rupees. ഇത് ആർക്കാണ് കിട്ടുന്നത്? പാർട്ട്നേഴ്സിനാണോ കിട്ടുന്നത്? ബിസിനസ്സിനാണോ കിട്ടുന്നത്? ബിസിനസ്സിനാണ് കിട്ടുന്നത്. സോ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. ഇത്രയും 3 ഐറ്റംസ് നമ്മൾ ഡിഡക്ട് ചെയ്തതിന് ശേഷം ഈ 600 rupees നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. സോ നമുക്ക് 35,600 rupees ആയിരിക്കും ഫൈനൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ ഫൈനൽ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവരുടെ ആ ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ ബേസിസിൽ ഷെയർ ചെയ്യേണ്ടത്. സോ 35,600 ഇൻറ്റു ആനന്ദിന്റെ റേഷ്യോ എത്രയാണ് വരുന്നത്? മൊത്തം ടോട്ടല് 10 ഭാഗമുണ്ട് അല്ലെ. 5 + 3 + 2 ഇതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഈ 10ന്റെ എത്ര ഭാഗമാണ് ആനന്ദിന് പോകുന്നത്? 5 ഭാഗമാണ് ആനന്ദിന് പോകുന്നത്. സോ 35,600 ഇൻറ്റു 5/10 എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 17,800 ആയിരിക്കും. ഇനി 35,600 ഇൻറ്റു 3/10 എന്ന് പറയുന്നത് 10,600 ആയിരിക്കും. ആർക്ക് പോകുന്നത്? ബാലന്. അതുപോലെ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 1/10. ഇത് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 35,600ൽ നിന്ന് ഈ ഒരു 2 എമൗണ്ട് ഡിഡക്ട് ചെയ്താൽ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആയിരിക്കും ചന്ദ്രന് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ 7,120 ഈ രീതിയിലാണ് നമ്മൾ ഫൈനൽ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റ്. ഏത് പ്രകാരം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ക്വസ്റ്റ്യനിൽ അത് 50,000 rupees ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രോഫിറ്റ് കൂട്ടുന്നതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതുന്നു, പ്രോഫിറ്റ് കുറയ്ക്കുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡും എഴുതുന്നു. സോ പ്രോഫിറ്റ് കൂട്ടുന്നത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെ. അത് ഓരോ പാർട്ട്ണറിന്റെയും സെപ്പറേറ്റ് എമൗണ്ട് കാണിക്കണം. ആൻഡ് ഇനി ഡെബിറ്റ് സൈഡ് വരുന്ന സമയത്ത് ആർക്ക് നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ട്? ബാലന് നമ്മൾ 5,000 rupees സാലറി കൊടുത്തിട്ടുണ്ട്. ചന്ദ്രന് നമ്മൾ കമ്മീഷൻ ആയിട്ട് 4,000 കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അവർക്ക് 3 ആൾക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000, 2,000, 1,000 rupees നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു. ഇനി നെറ്റ് പ്രോഫിറ്റ് അല്ലെ, ഇവർക്ക് 3 ആൾക്കും നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ്, ബിസിനസിന്റെ കയ്യിലുള്ള പ്രോഫിറ്റ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഡെബിറ്റ് സൈഡ് കാണിക്കുന്നത്. യൂഷ്വലി നമ്മളത് എവിടെയാണ് കാണിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഈ പ്രോഫിറ്റ് നമ്മൾ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പ്രോഫിറ്റ് ആണ്? നമ്മുടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പ്രോഫിറ്റ് ആണ്. സോ ഇത് നമ്മൾ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഈ ഒരു എമൗണ്ട് എന്താവാണ്? അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കുറയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഡെബിറ്റ് സൈഡ് കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എടുത്ത് നോക്കണം. ഓക്കെ, ഈ 2 സൈഡും ടോട്ടൽ എടുത്ത് നോക്കുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് കൂടുതലെങ്കിൽ ആ ക്രെഡിറ്റ് സൈഡിന്റെ ബാലൻസ് ആയിരിക്കണം നമ്മൾ ടോട്ടൽ ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. സോ 50,600 rupees ആണ് കൂടുതൽ. അത് ക്രെഡിറ്റ് സൈഡ് വരുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിന്റെ ബാലൻസ് നമ്മൾ ടോട്ടൽ ആയിട്ട് എടുത്തു. ഇനി ഈ ഒരു 50,600ൽ നിന്ന് 5,000 മൈനസ് ചെയ്യുക, 4,000 മൈനസ് ചെയ്യുക, 6,000 മൈനസ് ചെയ്യുക, അതുപോലെ 35,600 മൈനസ് ചെയ്യുക. അപ്പൊ ബാലൻസ് എത്ര എമൗണ്ട് ആണ് വരിക? 0 എമൗണ്ട് ആണ് വരിക. കാരണം എന്താണ്? ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇത്രയും എക്സ്പെൻസുകളും ഇൻകംസും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഈ പാർട്ട്നേഴ്സിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. സോ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 60,000 rupees. സോ 60,000 rupees നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡ് എഴുതും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് ആനന്ദിന് കിട്ടിയിട്ടുള്ളത്? 3,000 rupees എഴുതും. കാരണം പ്രോഫിറ്റ്
അല്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് അത് ഇൻക്രീസ് ചെയ്യുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ക്രെഡിറ്റ് സൈഡ് എഴുതുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്തത്, പ്രോഫിറ്റിന്റെ ഷെയർ ആണ് അല്ലെ, അത് 17,800. ഇനി ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 80,800 നമുക്ക് കിട്ടും. ഇനി ഡെബിറ്റ് സൈഡ് എന്താണ്, ഡ്രോയിങ്സ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10,000 റുപ്പീസ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് എത്രയാണ് പേ ചെയ്യുന്നത്, 250 റുപ്പീസ്. ഈ 250യും 10,000ഉം നമ്മൾ 80,800ൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 70,550 ആയിരിക്കും ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ബാലന്റെയും അതുപോലെ ചന്ദ്രന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്. ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ, ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഈ ഡ്രോയിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്